ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS അഥവാ പരിസര പഠനം എന്ന വിഷയത്തിലെ പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ കൂട്ടുകാരുടെ പരീക്ഷ ഇങ്ങടുക്കാറായിട്ടുണ്ടല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, മുൻ വർഷത്തെ ഒരു ചോദ്യപേപ്പർ പരിചയപ്പെടാം അല്ലേ. അതിലൂടെ കൂട്ടുകാർക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് സ്ഥിരമായ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം മക്കൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ എക്സാമിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ഇംഗ്ലീഷ് മീഡിയം അതുപോലെ തന്നെ മലയാളം മീഡിയം ചോദ്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റിയിലോട്ട് പോവാം. ആദ്യം ടീച്ചർ ഇംഗ്ലീഷിലാണ് ആക്ടിവിറ്റി പറയുന്നത് കേട്ടോ, അതിനുശേഷം മലയാളത്തിൽ പറയാം. ആക്ടിവിറ്റി 1, ദി റോഡ് ടു ഇൻഡിപെൻഡൻസ്. Given below are the pictures and details related to freedom struggle. Match them drawing lines. നമുക്ക് താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഫ്രീഡം സ്ട്രഗിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് അല്ലേ. നോക്കിക്കേ, അപ്പം അതിൽ ശരിയായ രീതിയിൽ വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് ആ ഒരു പിക്ചർ നോക്കുക, എന്നിട്ട് പിക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് കാര്യമാണ് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടെത്തിയിട്ട് അതിലോട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, നമുക്ക് ആദ്യം അവിടെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം അല്ലേ. എന്താണ്? പഞ്ചാബിലെ ഒറ്റ പ്രവേശന മാർഗം മാത്രമുള്ള മൈതാനം. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ശക്തിയുടെ പ്രതീകമാണ് ഉപ്പ്. പിന്നീട് എന്താണുള്ളത്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ഒരു തരത്തിലും സഹകരിക്കില്ല. അപ്പം ഓരോന്നും ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് മക്കൾ കണ്ടെത്തേണ്ടത് കേട്ടോ. നോക്കിക്കുക മക്കളെ, ആദ്യം നമുക്ക് തന്നത് പഞ്ചാബിലെ ഒറ്റ പ്രവേശന മാർഗം മാത്രമുള്ള മൈതാനമാണ് അല്ലേ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ അത് മൂന്നാമത് തന്ന പിക്ചറിലോട്ടാണ് വരയ്ക്കേണ്ടത് കേട്ടോ. അടുത്ത് നോക്കിക്കുക മക്കളെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ശക്തിയുടെ പ്രതീകമാണ് ഉപ്പ്. അതേതാണ്? അതെ, ഉപ്പ് സത്യാഗ്രഹമാണ് അല്ലേ. അത് ഒന്നാമത്തെ ചിത്രത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അവിടേക്ക് വരച്ച് ചേർക്കുക കേട്ടോ. ലാസ്റ്റ് വൺ നോക്കിക്കേ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ഒരു തരത്തിലും സഹകരിക്കില്ല. ഏതായിരുന്നു മക്കളെ? നിസ്സഹകരണ സമരമായിരുന്നു അല്ലേ. അത് എത്രാമത്തെ പിക്ചറാണ്? സെക്കൻഡ് വൺ ആണ് അല്ലേ. അപ്പം രണ്ടാമത്തേലോട്ട് മക്കൾ വരച്ച് ചേർക്കണം കേട്ടോ. ഓക്കെ മക്കളെ, വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ. അതിൽ തന്നെയുള്ള ബി പാർട്ട് നോക്കിക്കേ. ദി മോസ്റ്റ് ക്രൂവൽ അറ്റംപ്റ്റ് ഓഫ് ദി ബ്രിട്ടീഷ് ടു ഫ്രൈറ്റൻ ദി ഇന്ത്യൻസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ജാലിയൻ വാലാബാഗ്. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഇന്ത്യക്കാരെ ഭയപ്പെടുത്തി ഭരിച്ച ബ്രിട്ടീഷുകാർ നടത്തിയ ഏറ്റവും വലിയ ക്രൂരതയാണ് ജാലിയൻ വാലാബാഗിൽ നടന്നത് അല്ലേ. അപ്പോൾ മക്കൾക്ക് താഴെ കാണാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? പഞ്ചാബിലെ അമൃത്സർ, 1919 ഏപ്രിൽ 13 പ്രതിഷേധ സമ്മേളനം, കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനം. അപ്പോൾ നിങ്ങളത് പറഞ്ഞത് ഇതാണ്, മുകളിൽ കൊടുത്ത സൂചനകൾ പ്രയോജനപ്പെടുത്തി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് അതിനായിട്ട് മുകളിൽ കുറച്ച് സൂചനകളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. അതെല്ലാം ചേർത്ത് എഴുതിയാൽ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് മക്കൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നോക്കിക്കേ മക്കളെ, നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിൽ ഒരു പ്രതിഷേധ സമ്മേളനം ഉണ്ടായിരുന്നു. അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനം കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ടതായിരുന്നു. ബ്രിട്ടീഷുകാരുടെ റൗലറ്റ് ആക്ടിനെതിരായിരുന്നു പ്രതിഷേധം. പ്രതിഷേധിച്ചവരെ ബ്രിട്ടീഷുകാർ കൂട്ടക്കൊല ചെയ്തു. ഇന്നും ഇന്ത്യയുടെ ചരിത്രത്തിലെ തീരാ നോവാണ് ഈ ദിനം. അപ്പോൾ ഇതേ രീതിയിലൊക്കെ മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ആക്ടിവിറ്റി 2, സോങ്സ് ഓഫ് കേരള. ഗിവൺ ബിലോ ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോങ്സ് ഇൻ കേരള. നമുക്കവിടെ നമ്മുടെ കേരളത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോങ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് വ്യത്യസ്ത തരം പാട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. മാപ്പിളപ്പാട്ട്, വടക്കൻ പാട്ട്, ഞാറ്റുപാട്ട്, നാടൻ പാട്ട് അല്ലേ. അപ്പം ഇങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള സോങ്ങുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മക്കളത് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്, അനലൈസ് ദി ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോങ്സ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ. നമുക്കവിടെ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ. എന്തിൻ്റെ ടേബിളാണ്?
കുറച്ച് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സോങ്സിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ടേബിളാണ്. അപ്പോൾ ആ ഫീച്ചേഴ്സ് വായിച്ചുകൊണ്ട് അത് ഏത് സോങ് ആണെന്ന് കണ്ടെത്തിയിട്ട് മക്കൾ എന്ത് ചെയ്യണം, ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, ഫസ്റ്റ് ഫീച്ചർ കൊടുത്ത് നോക്കിക്കേ. സോങ്സ് ഓഫ് എ റീജിയൻ ദാറ്റ് ആർ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ. എന്താ മക്കളെ പറഞ്ഞത്? സോങ്സ് ഓഫ് ദി റീജിയൻ ദാറ്റ് ആർ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലോട്ട് പാസ് ചെയ്ത് പോകുന്നത് ഏതാണ് മക്കളെ? ഏതാണ്? നാടൻ പാട്ടുകളാണ് അല്ലേ. അടുത്ത നോക്കിക്കേ. സോങ്സ് പോപ്പുലറൈസ്ഡ് ബൈ മോയിൻകുട്ടി വൈദ്യർ ഇൻ കേരള. മോയിൻകുട്ടി വൈദ്യർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സോങ് ഏതാണെന്ന് മനസ്സിലാവില്ലേ? ഏതാണ്? മാപ്പിളപ്പാട്ടാണ് അല്ലേ. അടുത്ത നോക്കിക്കേ മക്കളെ. സോങ്സ് ഡിസ്ക്രൈബിങ് ദി വാലർ ആൻഡ് ഗ്രേറ്റ്നെസ് ഓഫ് ഫേമസ് വാരിയേഴ്സ്. അതായത് എന്താണ്? അംഗചേകരുടെ സാഹസികതകൾ വർണ്ണിക്കുന്ന പാട്ടുകൾ. അത്തരത്തിലുള്ള പാട്ടുകൾ നമ്മൾ എന്തെന്ന് പറയും? വടക്കൻ പാട്ട് എന്നാണ് പറയുക അല്ലേ. ലാസ്റ്റ് വൺ നോക്കിക്കേ. സോങ്സ് സങ് ബൈ ഫാമേഴ്സ് വിത്ത് ദി റിതം ഓഫ് പ്ലാന്റിംഗ് പാഡി. അതായത് ഞാറ് നടുന്ന തൊഴിലാളികൾ അഥവാ കർഷകർ പാടുന്ന, താളത്തിനൊത്ത് പാടുന്ന പാട്ടുകൾ. അതിന് നമ്മൾ എന്തെന്ന് പറയും? ഞാറ്റുപാട്ട് എന്ന് പറയില്ലേ. അപ്പം ഇങ്ങനെയാണ് കേട്ടോ മക്കൾ ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതും വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ. ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. പ്രശസ്തമായ ഈ ഗാനം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? അവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ. വഞ്ചിപ്പാട്ട്, താരാട്ടുപാട്ട്, ഞാറ്റുപാട്ട്, വടക്കൻ പാട്ട്. ഏതാണ് മക്കളെ? എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലേ. ഏതാണ്? താരാട്ടുപാട്ടിൽ ആണ് ഏത് വരുന്നത്? ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറയുന്ന പാട്ട് ഉൾപ്പെടുന്നത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. ആക്ടിവിറ്റി 3. ദി എർത്ത് ആൻഡ് ദി മൂൺ. ഒബ്സർവ് ദി പിക്ചർ. എർത്ത് ഹാസ് 2 types of movement. Complete the flowchart including the features of these 2 movements. നോക്കിക്കേ മക്കളെ, നമുക്കവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് നിങ്ങളത് എന്താണ് പറഞ്ഞത്? എർത്ത് ഹാസ് 2 types of movements. ഭൂമിക്ക് 2 തരത്തിലുള്ള സഞ്ചാര രീതികളാണുള്ളത്. അവയുടെ ഫീച്ചേഴ്സൊക്കെ, അതായത് അവയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തിയിട്ട് താഴെ നൽകിയിട്ടുള്ള ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, നമ്മുടെ ഭൂമിക്കുള്ള 2 തരത്തിലുള്ള സഞ്ചാര രീതികൾ ഏതൊക്കെയാണ്? ഭ്രമണവും അതുപോലെ തന്നെ പരിക്രമണവുമാണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് എഴുതണം. നോക്കിക്കേ മക്കളെ, ഭ്രമണം എന്നതിന് താഴെ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതണം. എന്താണ് മക്കളെ ഭ്രമണം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഭൂമി സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയാം അല്ലേ. എങ്കിൽ പരിക്രമണം എന്താണ്? അത് നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ. എന്താണ്? സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെയും ചുറ്റുന്നതിനാണ് പരിക്രമണം എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ മക്കളെ, ഭ്രമണത്തിൻ്റെ മറ്റൊരു ഫീച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ ആവശ്യമാണ്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ അവിടെ പരിക്രമണം എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ മക്കൾ അതിൻ്റെ ഒരു സമയം എഴുതണം കേട്ടോ. പരിക്രമണം പൂർത്തിയാക്കാനായിട്ട് എത്ര സമയം വേണം മക്കളെ? 365 ദിവസമാണ് ആവശ്യമായിട്ടുള്ളത് അല്ലേ. അപ്പം ഇത്തരത്തിലാണ് ആ ഒരു തന്നിട്ടുള്ള ഫ്ലോ ചാർട്ട് മക്കൾ കംപ്ലീറ്റ് ആക്കേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ശരത്ത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ രാത്രിയിൽ ചന്ദ്രനെ കാണുന്നത് എങ്ങനെയെന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ചിത്രങ്ങൾ ശരിയായ രീതിയിൽ ഷെയ്ഡ് ചെയ്ത് പൂർത്തിയാക്കുന്നതിന് ശരത്തിനെ സഹായിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അതിൽ സൂര്യൻ, അതുപോലെ തന്നെ അമാവാസി, പൗർണമി, ഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ മക്കളടുത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആ ഒരു ചിത്രം വരച്ച് ഷെയ്ഡ് ചെയ്ത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? അതൊന്ന് വരച്ച് നോക്കുക കേട്ടോ. ഇത് നമുക്ക് എല്ലാ വർഷവും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ അമാവാസിയും പൗർണമിയും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മക്കളൊന്ന് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ആക്ടിവിറ്റി നോക്കിക്കേ. We too are protectors of nature. Birds are the protectors of nature. Write how the following birds are beneficial to the environment. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? അവിടെ കുറച്ച് ബേർഡ്സിൻ്റെ പിക്ചേഴ്സൊക്കെ കൊടുത്തത് കണ്ടോ? ആരൊക്കെയാണുള്ളത്? അവളുണ്ട്, ക്രൗ ഉണ്ട്, അതുപോലെ തന്നെ സ്പേരോ ആണുള്ളത് അല്ലേ. മൂങ്ങയും കാക്കയും ഒരു കുരുവിൻ്റെ ചിത്രവുമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ബേർഡ്സ് ആർ ദി പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് നേച്ചർ. നമ്മുടെ നേച്ചറിൻ്റെ പ്രൊട്ടക്റ്റേഴ്സാണ് ആരും? ബേർഡ്സും നേച്ചറിൻ്റെ പ്രൊട്ടക്റ്റേഴ്സാണ് അല്ലേ. അപ്പോൾ മക്കളടുത്ത് എഴുതാനായിട്ട് പറഞ്ഞതാണ് എന്താണ്?
റൈറ്റ് ഹൗ ദി ഫോളോയിങ് ബേർഡ്സ് ആർ ബെനിഫിഷ്യൽ ടു ദി എൻവിറോൺമെൻറ്റ്. അതായത് നിങ്ങൾക്ക് അവിടെ പിക്ചർ തന്നിട്ടുള്ള ബേർഡ്സൊക്കെ എങ്ങനെയാണ് നമ്മുടെ എൻവിറോൺമെൻറ്റിന് ബെനിഫിഷ്യൽ ആവുന്നത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് അവളിൻ്റെ കാര്യം എടുക്കാം അല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ്? അതെന്ത് ചെയ്യുന്നുണ്ട്? എലികളെയൊക്കെ കൊല്ലുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കീടനിയന്ത്രണം ആര് ചെയ്യുന്നുണ്ട്? അവള് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഏതാണ്? കാക്കയാണ് അല്ലേ. കാക്ക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മക്കളെ നമ്മുടെ നേച്ചറിന് വേണ്ടിയിട്ട്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു? നമ്മുടെ നമ്മളൊക്കെ വലിച്ചെറിയുന്ന മാലിന്യങ്ങളെല്ലാം കൊത്തിയെടുത്ത് വൃത്തിയാക്കുന്നത് ആരാണ്? കാക്കയാണല്ലേ. പിന്നെ അതുപോലെ തന്നെ കീടനിയന്ത്രണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിത്ത് വിതരണം ചെയ്യുന്നുണ്ട്. വിത്ത് വിതരണം ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അല്ലേ. അതായത് കാക്ക ഏതെങ്കിലും ഒരു ഫ്രൂട്ടൊക്കെ കഴിച്ചതിന് ശേഷം അതിൻ്റെ വിത്തൊക്കെ എന്ത് ചെയ്യും? മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടിടും അല്ലേ. അതുവഴി അവിടെയും ആ ഒരു ചെടി ഉണ്ടായിട്ട് വരും. അപ്പോൾ ഇതിനെല്ലാം ആര് സഹായിക്കുന്നുണ്ട്? കാക്ക സഹായിക്കുന്നുണ്ട്. അടുത്ത ബേർഡ് ഏതാണ് മക്കളെ? സ്പാരോയാണല്ലേ. കുരുവിയുടെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അതും എന്തൊക്കെ കാര്യത്തിന് നമ്മളെ സഹായിക്കുന്നുണ്ട്? കീടനിയന്ത്രണമുണ്ട്, അതുപോലെ തന്നെ വിത്ത് വിതരണത്തിനും സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കൾ അവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആക്ടിവിറ്റി 5 ലെറ്റ്സ് നോ ദി എയർ. ഒബ്സർവ് ദി പിക്ചർ. മക്കൾക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അതിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദി എയർ ഈസ് യൂസ്ഡ് ടു ഫിൽ ദി ടയർ ഓഫ് എ വെഹിക്കിൾ. അതായത് നമ്മൾ എയറിന് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെഹിക്കിൾസിൻ്റെ ഒക്കെ ടയറിൽ എയർ ഫില്ല് ചെയ്യുന്നത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മക്കളടുത്ത് എന്താണ് പറഞ്ഞത്? ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളതിൽ നിന്ന് കറക്റ്റ് ആൻസർ മക്കളടുത്ത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻസ്? Air has the power to spread around. Air can lift weight. Air has no definite shape. അതിലേതാണ് മക്കളെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത് അല്ലേ. എയർ ക്യാൻ ലിഫ്റ്റ് വെയിറ്റ് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെഹിക്കിൾസിലൊക്കെ എയർ ഫിൽ ചെയ്യുന്നത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നിങ്ങളുടെ അടുത്തൊരു ആക്ടിവിറ്റി നോക്കൂ. Prepare an experiment not to prove air has the power to spread around. The material used for the experiment are given below. Prepare the experiment note including the following steps: materials, mode of experiment, ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ വായുവിന് വ്യാപനശേഷി ഉണ്ടെന്ന് തെളിയിക്കുന്ന പരീക്ഷണങ്ങൾക്കുള്ള സാമഗ്രികളാണ് നമുക്ക് താഴെ അവിടെ തന്നിട്ടുള്ളത്. ആവശ്യമായ സാമഗ്രികൾ, പരീക്ഷണ രീതി, കണ്ടെത്തലുകൾ, നിഗമനം എന്നീ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കി എഴുതാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമുക്ക് അവിടെ എന്താണ് എഴുതേണ്ടത്? ഒരു എക്സ്പെരിമെൻ്റ് നോട്ടാണ് അല്ലേ, പരീക്ഷണക്കുറിപ്പാണ് എഴുതേണ്ടത്. അതിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ തന്നിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിക്കേ, ഗ്ലാസ്, ബലൂൺ, നൂല്, തീപ്പെട്ടി, ചന്ദനത്തിരി, കടലാസ്, കാറ്റാടി, കാർഡ്ബോർഡ് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പം ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചാട്ടാണ് നമുക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക? നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? നമ്മുടെ വായുവിന് വ്യാപനശേഷി ഉണ്ട് എന്നതാണ് കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ മതി? ഒരു ഗ്ലാസും അതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡും തീപ്പെട്ടിയും ചന്ദനത്തിരിയും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റൂലേ. എന്ത് ചെയ്താൽ മതി മക്കളെ? ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിലേക്ക് ചന്ദനത്തിരിയുടെ പുക കളക്ട് ചെയ്യുക അല്ലേ. അതിനുശേഷം എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് അത് നമ്മൾ കവർ ചെയ്ത് വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് ആ ഒരു കാർഡ്ബോർഡിൻ്റെ ആ ഒരു പീസ് മാറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് അനുഭവപ്പെടും? ആ ഒരു ചന്ദനത്തിരിയുടെ സ്മെല്ല് അനുഭവപ്പെടൂലേ. അതിനർത്ഥം എന്താണ്? ആ ഒരു ഗ്ലാസ്സിനകത്തുള്ള ചന്ദനത്തിരിയുടെ ആ ഒരു സ്മോക്കാണ് നമുക്ക് പുറത്തേക്ക് വന്നത് അല്ലേ. അതായത് വായുവിന് എന്തുണ്ട്? വ്യാപനശേഷി ഉണ്ട് അല്ലേ. The air has the power to spread around. ഓക്കെ മക്കളെ, അപ്പം ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ നോട്ട് മക്കൾ എഴുതിയാൽ മതിയാവും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ EVS-ഉമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക കേട്ടോ. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ മറ്റൊരു കാര്യം കൂടി കൂട്ടുകാരടുത്ത് പറയാനായിട്ടുണ്ട്. നിങ്ങൾ ഓരോ വിഷയത്തിൽ നിന്നും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ടീച്ചർ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് ആകുമ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.